ഒരു കുഞ്ഞിനായുള്ള അമ്മയുടെ കാത്തിരിപ്പിന് 21 വർഷം. ദുരന്തം പെയ്തിറങ്ങിയ ആ രാത്രിയിൽ അന്നവന് അമ്മയുടെ ഗർഭപാത്രത്തിൽ 4.5 മാസം പ്രായം. ദുരന്തത്തെയും അതിജീവിച്ചു ആ കുഞ്ഞിന്ന് സർക്കാർ ഒരുക്കിയ സ്നേഹഭവനത്തിലെത്തി. അമ്മയുടെ വാക്കുകളിലേക്ക്. എൻ്റെ ലെക്കാണ് ഇവന്. 21 വർഷം കഴിഞ്ഞിട്ടുണ്ടായതാണ് എനിക്ക് മോന് കല്യാണം കഴിഞ്ഞിട്ട്. എൻ്റെ പേര് സിന്ധു. അമ്മേൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവനൊരു 4.5 മാസം ഗർഭിണിയായ ഒരു സമയത്തായിരുന്നു ആ ഫ്ലഡ് നടന്നത്. ഞങ്ങൾ ഒരു രാത്രി മുഴുവൻ ഞങ്ങളത് കണ്ടുകൊണ്ട് നിന്നു. പെട്ടെന്നായിരുന്നു ഇങ്ങനെ വെള്ളം കൂടുതലായപ്പോൾ എന്നോട് പെട്ടെന്ന് മാറാൻ വേണ്ടി അവിടുന്ന് പറഞ്ഞു. പക്ഷെ അന്ന് 29-ാം തീയതി രാവിലെ എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി. മാറിയത് കൊണ്ട് മാത്രം ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോയി അന്ന് രാത്രി 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ജോഡി ഡ്രസ്സ് മാത്രം ഇടാനുള്ള ഇട്ട ഡ്രസ്സ് മാത്രം ഇട്ട് ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് മാറുമായിരുന്നു. അന്ന് രാത്രിയാണ് ആ പൊട്ടൽ നടന്നത്. അങ്ങനെ എല്ലാ പൊട്ടും കറക്റ്റ് കേട്ടു. അന്നത്തെ ആ ദുരന്തം അവിടെ ആ വില്ലേജ് റോട്ടിൽ കറക്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് ആ ബോഡിയൊക്കെ കിടന്ന സ്ഥലത്തു നിന്നായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇതിനെയും കൊണ്ട് ഞങ്ങൾ മാറുന്നത്. ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ അവിടെ നിന്ന് വന്നത്. ഇങ്ങനെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ അനക്കല്ലാണ്ടൊക്കെ ആയായിരുന്നു. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലൊക്കെ എത്തി. അങ്ങനെ ഭയങ്കര ഒരു ദുരന്തത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിയത്. പെട്ടെന്നുള്ളൊരു ഷോക്കിലായപ്പോൾ പെട്ടെന്ന് ഇവനെ കിട്ടുന്നതന്നെ ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം അനക്കല്ലാണ്ടായിപ്പോയായിരുന്നു കുട്ടിക്ക്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ അഡ്മിറ്റായി. പിന്നെ അവിടുന്ന് എൻ്റെ വീട്ടുകാരൊക്കെ വന്ന് കൂട്ടി കൊണ്ടുപോവുകയാണ് ചെയ്തത്. എൻ്റെ ലെക്കാണ് ഇവന്. 21 വർഷം കഴിഞ്ഞിട്ടുണ്ടായതാണ് എനിക്ക് മോന് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോഴാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പോഴാണ് ഇങ്ങനെ നടക്കുന്നത്. എന്താ മോൻ്റെ പേരിട്ടെ? ഋതുദേവ്. 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 കൊച്ചുമാണ് വിളിച്ചത്.